ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കാവ്യ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു Q&A വീഡിയോ ആയിട്ടാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്നെ പറ്റിയിട്ടൊക്കെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. എന്താണ്, എവിടെയാണ് സ്ഥലം, എന്താണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും കാണില്ല, അപ്പോൾ എല്ലാവരും എന്നെ പറ്റി അറിയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ. അതാണ് കേട്ടോ ഇന്ന് ഞാനൊരു Q&A വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അതല്ല, എൻ്റെ വീഡിയോസിന് ബാഡ് കമൻസ് ഇടുന്ന കുറേ പേരുണ്ട്. അപ്പം ബാഡ് കമൻസ് ഇടുന്നവർക്കുള്ള റിപ്ലൈ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരേജ് കഴിഞ്ഞോ എന്നാട്ടോ. മാരേജ് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ യെസ്, മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പം 6 വർഷമായി. 6 വർഷമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എത്ര ഏജ് ഉണ്ടെന്ന്. അങ്ങനെ വിചാരിക്കല്ലേ, എനിക്ക് അത്ര ഏജ് ഒന്നുമില്ല. മാരേജ് കഴിഞ്ഞിട്ട് 6 ഇയേഴ്സ് ആയി. പിന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി പഠിക്കുകയാണോ? അല്ല, ചേച്ചി പഠിക്കുകയല്ല. ചേച്ചി വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, മോളെ നോക്കി വെറുതെ ഇരിക്കുന്നു. പിന്നെ ചേച്ചീൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, ഹസ്ബൻഡ്, മോള്. ഞങ്ങൾ 5 പേര് മാത്രം. പിന്നെ എന്താണ് വീഡിയോസിൽ ഹസ്ബൻഡ് വരാത്തത്? ഹസ്ബൻഡ് വരാത്തതോ? അങ്ങനെ ചോദിച്ചാൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ, വീഡിയോസിലൊക്കെ ഹസ്ബൻഡ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഷോർട്ട് വീഡിയോസിലൊക്കെ ഞങ്ങളുണ്ട്. കാരണം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 3 മന്ത് ഡെയിലി ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അതിലൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ പിന്നെ 2 ഇയർ ഗ്യാപ്പ് എടുത്തു. കുറേ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാതെയായി. അപ്പോൾ പിന്നെ ഞാൻ ഈ എന്താ പറയുക, 2 വർഷം ഗ്യാപ്പ് എടുത്ത് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അതിൽ ഏട്ടന് വരാൻ പറ്റുന്നില്ല, കാരണം ഏട്ടന് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് ഏട്ടൻ വരും, എന്തായാലും വരും, വീഡിയോസിലൊക്കെ വരും. ഏട്ടനെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ കുറേ വീഡിയോസിൽ ഏട്ടനുണ്ട്. ഏട്ടൻ എന്തായാലും വരും, ഏട്ടൻ വരും. ഏട്ടന് ഇങ്ങനെ വീഡിയോസിൽ വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഏട്ടൻ എന്തായാലും വരും. ഏട്ടന് ഇഷ്ടമാണ് വീഡിയോസൊക്കെ എടുക്കാൻ. അപ്പം എന്തായാലും വരും. എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാത്തത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാത്തതെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഞാൻ അമ്മായിമ്മപ്പോരുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ അല്ല. കാരണം ഏട്ടൻ്റെ വീട്ടിൽ ആരുമില്ല. കാരണം അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛൻ ഏട്ടന് 14 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് മരിച്ചതെന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മ 18 വയസ്സൊക്കെ, ഏട്ടന് 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് അമ്മയും മരിച്ചു. പിന്നെ വീട്ടിൽ ആരുമില്ല. പിന്നെ ആദ്യം ടൗണിലായിരുന്നു. ഇപ്പം എൻ്റെ ഈ ചേളന്നൂർ ഇവിടേക്ക് വന്ന് താമസിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്നെ അവിടെ നോക്കാൻ ആരുമില്ല. ഏട്ടൻ ജോലിക്ക് പോകുമല്ലോ. പിന്നെ എന്നെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഇവിടേക്ക് കൂട്ടി കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം 6 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അതാണ് റീസൺ. പിന്നെന്താണ്, ചേച്ചി എന്താണ് പഠിച്ചത്? ഞാൻ എന്താണ് പഠിച്ചത് വെച്ചാൽ പ്ലസ് ടു കോമേഴ്സ് ആയിരുന്നു. ഞാൻ പ്ലസ് 2 കഴിഞ്ഞപ്പം ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഏട്ടന് എന്താണ് ജോലി? ഏട്ടൻ പ്ലംബിംഗ് ആണ്. ഇപ്പം പണിയൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഓട്ടോ എടുത്തു. ഇപ്പം ഓട്ടോയിലും പോവും, പ്ലംബിംഗ് ഉണ്ടെങ്കിൽ അതിനും പോവും, രണ്ടിനും പോവും. പിന്നെന്താ ചോദിച്ചത്, ചേച്ചി ഒറ്റ മോളാണോ? അല്ല, ചേച്ചി ഒറ്റ മോളല്ല, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അതിനെപ്പറ്റി പറയാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എനിക്കൊരു ചേച്ചിയുണ്ട്. പിന്നെന്താ, മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് 4 വയസ്സാവാനായി.
ഈ ജനുവരി ആകുമ്പോൾ 4 വയസ്സാകും. ചേച്ചീൻ്റെ മാരേജ് എത്ര വയസ്സിൽ കഴിഞ്ഞു? ചേച്ചീൻ്റെ മാരേജ് 18 വയസ്സിൽ കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് 18 വയസ്സായി. 18 വയസ്സായപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പോൾ 18 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ലവ് സ്റ്റോറി പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ലവ് സ്റ്റോറി പറയാം, ഞാൻ പറയും. അതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ലവ് സ്റ്റോറി എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ എന്തായാലും പറയും, ലവ് സ്റ്റോറി എന്തായാലും പറയും. പിന്നെ ചോദിക്കുന്നുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഡാൻസ് കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നത്. ഡാൻസ് പഠിച്ചിട്ടില്ല. ഡാൻസ് പഠിക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഡാൻസ് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇനി പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ആഗ്രഹമുണ്ട്. ചേച്ചീൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കാലിക്കറ്റ് ചേളന്നൂരാണ് എൻ്റെ വീട്. ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി പഠിക്കാൻ പോകും. മോളൊന്ന് ഇവിടെ LKGയിലേക്ക് ചേർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകും. എന്തായാലും പോകുന്നതായിരിക്കും. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതാണ് മോള് മോൾ LKGയിൽ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എന്തായാലും പോകുന്നത്. കാരണം ഞാൻ ഈ വർഷം പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മോള് അംഗനവാടിയിൽ കൊണ്ടാക്കിയപ്പോൾ അവിടെ ഇരിക്കുന്നില്ല, തീരെ ഇരിക്കുന്നില്ല. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ നോക്കാൻ ആരുമില്ലല്ലോ. അമ്മയും അച്ഛനും ഏട്ടനും എല്ലാവരും ജോലിക്ക് പോകുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഈ വർഷം അംഗനവാടി പറഞ്ഞയക്കാത്തതുകൊണ്ട് ഞാൻ ഈ വർഷം പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇനി അടുത്ത കൊല്ലം എന്തായാലും പോകും. അടുത്ത വർഷം എന്തായാലും പോകും. അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ, അടുത്തൊരു മിനിറ്റ്. എന്താന്ന് വെച്ചാൽ മോക്ക് ഫോൺ കൊടുത്തിരുത്തിയതാണ് ഞാൻ. അപ്പം അവള് സൗണ്ട് കൂട്ടി വെച്ചു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് സൗണ്ട് കുറച്ച് വെക്കാൻ വേണ്ടി ഇപ്പോൾ പറയാൻ പോയതാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോസിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. അതായത് വീഡിയോസിലല്ല, ഞാൻ ലൈവ് ചെയ്യുമ്പോൾ അതിൽ വന്നിട്ട് കുറേ ആൾക്കാർ എന്നോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഓരോന്ന് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ആൾക്കാരുണ്ട്, ബാഡ് കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ഇന്നലെ ഞാൻ ലൈവ് ചെയ്തപ്പം എന്നോട് വന്ന് ചോദിച്ചു, ഫേക്ക് ഐ ഡി ആയിരിക്കും, ഫേക്ക് ഐ ഡി ആണ്. കാരണം അല്ലാതെ ഒരാൾ സ്വന്തം ഐ ഡി വെച്ചിട്ട് ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഫേക്ക് ഐ ഡി ആണ്. ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ട് കമൻറ്റ് ഇടുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, നിങ്ങൾ ഒളിഞ്ഞു നിന്ന് കമൻറ്റ് ഇട്ടോളൂ, എനിക്ക് കുഴപ്പമില്ല. കാരണം എനിക്ക് എന്നെ അറിയാം, എൻ്റെ ഹസ്ബൻഡിനെ അറിയാം, അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം. അപ്പം എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ബാഡ് കമൻറ്റ് ഇട്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഒഴിവാക്കി പോകും, വീഡിയോസ് ഇനി ഇടാതെ ആവുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോൾ നിങ്ങൾ ബാഡ് കമൻറ്റ് പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ട് പോകണോ? എനിക്ക് ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബാഡ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് നിർത്തി പോകേണ്ട ഒരാവശ്യമില്ല, ഞാൻ നിർത്തി പോവില്ല. നിങ്ങൾ അവിടെ നിന്ന് ബാഡ് കമൻറ്റ് ഇട്ടോളൂ, നിങ്ങൾക്ക് അതിനെ കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ബാഡ് കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇന്നലെ എൻ്റെ ലൈവിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു എന്നോട്, ഞാൻ 2ാം കെട്ടുകാരനാണ്, ഞാൻ പേര് പറയുന്നില്ല, 2ാം കെട്ടുകാരനാണ്, ഞാൻ ചേച്ചീനെ കല്യാണം കഴിച്ചോട്ടെ എന്ന്. ഒരു ഫേക്ക് ഐ ഡി ആയിരിക്കും. അപ്പം ഞാൻ തമാശയിലാണ് ആൻസർ കൊടുത്തത്. കാരണം ഞാൻ എന്താ 2ാം കെട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എൻ്റെ ലൈവിൽ വരുന്നത്? നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ തപ്പിപ്പോവും. ഞാൻ 2ാമതൊരു കല്യാണം കഴിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്കത് മതി. അല്ല, ഞാൻ ഇന്നലെ തമാശ രീതിയിലൊരു റിപ്ലൈ കൊടുത്തു. എനിക്കൊരു വീഡിയോസ് ആക്കി ചെയ്യണം, ഞാൻ ഈ വീഡിയോ
ഉൾപ്പെടുത്തിയിട്ട് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നിങ്ങൾ ബാഡ് കമൻറ്റ് ഇട്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഇട്ടോളൂ. ഞാൻ വീഡിയോസ് നിർത്തി പോകുന്ന ആരും വിചാരിക്കണ്ട. ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാഡ് കമൻറ്റ്സ് ഇടുന്നവർ ബാഡ് കമൻറ്റ്സ് ഇട്ടോളൂ, കുഴപ്പമില്ല. ഞാനത് ശ്രദ്ധിക്കില്ല ഇനി. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.